ഇന്നത്തെ അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം. സൗദി ഹെയിൽ ബ്രാഞ്ച് ഇൻചാർജ് മുജീബ് റഹ്മാന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. യാത്രകളുടെ ലോകത്ത് കർമ്മനിരതനായിരിക്കെ പെടുന്നനെ പരലോകത്തേക്ക് യാത്രയായ പ്രിയ സഹപ്രവർത്തകൻ അക്ബർ ട്രാവൽസ് ഹെയിൽ ബ്രാഞ്ച് ഇൻചാർജും നീലേശ്വരം പടന്നക്കാട് കാണിച്ചിറ സ്വദേശിയുമായ മുജീബ് റഹ്മാന് പ്രവാസദേശത്തിന് ശേഷം സ്വദേശവും കണ്ണുനീരിൽ കുതിർന്ന വിട ചൊല്ലി. ബുധനാഴ്ച ഉച്ചയ്ക്ക് സ്വദേശത്തെ നെടുങ്കണ്ട ഹയാത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ വെച്ച് ജനാസ നിസ്കാരത്തിന് ശേഷം പള്ളി ഖബറിടത്തിൽ അദ്ദേഹത്തെ ഖബറടക്കി. നിസ്കാരത്തിന് ഇമാം അഷ്റഫി നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 11-ന് ഹെയിലിലെ കിങ് ഖാലിദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്നുള്ള ഉപദേശപ്രകാരം ഹെയിൽ കിങ് ഖാലിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് തന്നെ മൃതദേഹം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം പൂർത്തിയായി. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഹെയിലിലെ നുഗ്ര ഏരിയയിലുള്ള അൽ രാജി പള്ളിയിൽ വെച്ച് ജനാസ നിസ്കാരം നിർവഹിച്ചു. റിയാദ്, ഖുദൈറ, ഹെയിൽ തുടങ്ങിയ അക്ബർ ട്രാവൽസ് ബ്രാഞ്ചുകളിൽ നിന്നുള്ള മാനേജർമാരും സഹപ്രവർത്തകരും ഉൾപ്പെടെ വമ്പിച്ച ജനാവലിയാണ് ജനാസ നിസ്കാരത്തിന് അൽ രാജി പള്ളിയിൽ സംബന്ധിച്ചത്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ് വിമാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ 6:30 കരിപ്പൂരിൽ മയ്യത്തെത്തി. സൗദി അക്കൗണ്ട്സ് മാനേജർ മുഹമ്മദ് ഷാജി, ദമാം ബ്രാഞ്ച് അക്കൗണ്ടന്റ് സന്തോഷ്, അഷ്കർ എന്നിവർ മൃതദേഹത്തെ അനുഗമിച്ചു. മരണവാർത്ത അറിഞ്ഞതു മുതൽ ഓരോ ഘട്ടത്തിലും അക്ബർ ഗ്രൂപ്പ് സാരഥി KV അബ്ദുൾ നാസർ ഹെയിൽ ബ്രാഞ്ചുമായും സൗദിയിൽ ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്തു. മരണാനന്തര നടപടികൾക്ക് നേതൃത്വം നൽകിയ ചാൻസ അബ്ദുൾ റഹ്മാൻ മുജീബ് റഹ്മാന്റെ വിയോഗത്തിലുള്ള ദുഃഖത്തോടൊപ്പം അനന്തരമായി അക്ബർ ട്രാവൽസ് നേതൃത്വം കൈക്കൊണ്ട സത്വര നടപടികളിൽ മതിപ്പ് രേഖപ്പെടുത്തി. മരണാനന്തര നടപടികൾക്ക് നേതൃത്വം നൽകിയ ചാൻസ അബ്ദുൾ റഹ്മാൻ മുജീബ് റഹ്മാന്റെ വിയോഗത്തിലുള്ള ദുഃഖത്തോടൊപ്പം അനന്തരമായി അക്ബർ ട്രാവൽസ് നേതൃത്വം കൈക്കൊണ്ട സത്വര നടപടികളിൽ മതിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം ലഭിച്ചതായി ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്ത അക്ബർ ഗ്രൂപ്പ് സംഘത്തിലെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സിജിത്ത് അറിയിച്ചു. സംഘത്തിൽ റീജിയണൽ മാനേജർ TP സുഗേഷ്, കണ്ണൂർ ബ്രാഞ്ച് ഇൻചാർജ് സുമൻ സന്തോഷ്, കാഞ്ഞങ്ങാട് ബ്രാഞ്ചിലെ റഷീദ്, പയ്യന്നൂർ ബ്രാഞ്ചിലെ പീറ്റർ, മംഗലാപുരം ബ്രാഞ്ചിലെ ഷിജി രാജേഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വിട പ്രിയ മുജീബ് റഹ്മാൻ, താങ്കളുടെ പരലോക ജീവിതം സ്വർഗീയമാകട്ടെ. Akbar Travels, your reliable travel partner. ആത്മീയ ആവേശം അലയടിച്ച് തിരൂരിൽ അക്ബർ ട്രാവൽസ് സംസ്ഥാന ഹജ്ജ് സംഗമം. ഓർമ്മയുടെ സുഹൃത വഴികളിൽ സുഗന്ധം പരത്തിയ അക്ബർ ട്രാവൽസ് സംസ്ഥാന ഹജ്ജ് മീറ്റ് ആത്മീയ ആവേശം സമ്മാനിച്ചു. അക്ബർ ഗ്രൂപ്പിലൂടെ 2024 വിശുദ്ധ ഹജ്ജ് നിർവഹിച്ചവരെയും 2025 ഹജ്ജിന് പേര് രജിസ്റ്റർ ചെയ്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ 1ാം കിട ഹജ്ജ് സർവീസ് കമ്പനിയായ അക്ബർ ട്രാവൽസ് സംഘടിപ്പിച്ച ഹജ്ജ് സംഗമം വിശ്വാസികളുടെ മനസ്സകങ്ങൾ ഹർഷഭരിതമാക്കി. പുണ്യ തീർത്ഥാടനത്തിൽ കണ്ടുമുട്ടുകയും സൗഹൃദം പുതുക്കുകയും ചെയ്തവർക്ക് വീണ്ടും ഒന്നിച്ചിരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓർമ്മകൾ വാചാലമായി. വരും വർഷങ്ങളിൽ ആ പുണ്യകർമ്മത്തിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് അത് ആവേശം നൽകി. ഒപ്പം ഹജ്ജ് അടിസ്ഥാനമാക്കി പലപ്പോഴായി സംഗമങ്ങൾക്ക് വേദി ഒരുക്കുന്ന അക്ബർ ട്രാവൽസിന് പ്രശംസയും. തങ്ങളുടെ ഗ്രൂപ്പിൽ തീർത്ഥാടനം നിർവഹിക്കുന്നവരെ ഉൾപ്പെടുത്തി പഠിക്കാനും സൗഹൃദം പങ്കുവെക്കാനുമുള്ള അവസരങ്ങൾ ഇടയ്ക്കിടെ ഒരുക്കാറുണ്ട് അക്ബർ ട്രാവൽസ് ഹജ്ജ് ഗ്രൂപ്പ്. തിരൂർ ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച അരങ്ങേറിയ അക്ബർ ട്രാവൽസ് ഹജ്ജ് മീറ്റ് അക്ബർ ട്രാവൽസിലൂടെ കഴിഞ്ഞ വർഷം വിശുദ്ധ കർമ്മം നിർവഹിച്ചവരുടെയും ഹജ്ജ് 2025 പേര് രജിസ്റ്റർ ചെയ്തവരുടെയും സംഗമം കൂടിയായിരുന്നു. ഹജ്ജ് അനുഭവങ്ങൾ അയവിറക്കാനും പുണ്യസ്മരണകൾ പുതുക്കാനുമുള്ള അപൂർവ അവസരം എന്നതിനോടൊപ്പം പുതിയ തീർത്ഥാടകർക്ക് വഴികാട്ടി കൂടിയായി അക്ബർ ട്രാവൽസ് സംസ്ഥാന ഹജ്ജ് സംഗമം. കേരളത്തിലെ പ്രശസ്ത മതപണ്ഡിതനും വാഗ്മിയുമായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ നിർവഹിച്ച ഉദ്ഘാടനവും പ്രഭാഷണവും ഒരേ സമയം വിജ്ഞാനവും സംസാര ചാതുര്യവും കെട്ടഴിച്ചതായിരുന്നു.
ഹജ്ജ് അനുഷ്ഠാനങ്ങളുടെ നേർചിത്ര വിവരണം കൂടിയായി മുനീർ ഹുദവിയുടെ സംസാരം. അബ്ദുൾ ഷുക്കൂർ മൗലവി അധ്യക്ഷത വഹിച്ചു. അസീസ് ദാരിമി, സലാം സഖാഫി, സിദ്ദിഖ് ഫൈസി, ഇസ്മായിൽ അൻവരി എന്നിവരും സദസ്സിനെ അഭിമുഖീകരിച്ചു. അക്ബർ ട്രാവൽസ് കേരള മാനേജർ വി മുഹമ്മദ് ഹനീഫ സ്വാഗതവും ലത്തീഫ് യമനി നന്ദിയും രേഖപ്പെടുത്തി. 3 മണിക്കൂറിൽ ഏറെ നീണ്ട ഔപചാരിക പരിപാടികളും തുടർന്ന് നടന്ന ഉച്ചവിരുന്നും എല്ലാ അർത്ഥത്തിലും ഹൃദ്യമായ അനുഭവമായി. ഹജ്ജ് സേവനങ്ങളിൽ ജനവിശ്വാസം ആർജിച്ച 4.5 പതിറ്റാണ്ടിൽ ഏറെ കാലത്തെ ചരിത്രമുള്ള അക്ബർ ട്രാവൽസ് തങ്ങളെ തുടർന്നും ശ്രദ്ധിക്കുന്നതായി പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ബെൻകോ ഫുഡ് ആൻഡ് ബീവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം. Benko Coconut Oil. ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ. Bensi Polyclinic. We care for your health. അടുത്ത ന്യൂസിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.